ഇവിടെ ഒരു ലേഡി ഫോണിൽ മാത്രം സംസാരിച്ച് സ്നേഹിച്ചിട്ടുള്ള ഒരുത്തനെ ഫസ്റ്റ് ടൈം നേരിൽ കാണാനായി പോകുവാണ്. അവരെ നേരിൽ കണ്ടതും ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയാതെ വാ അടഞ്ഞുപോയി. എന്നാൽ അവരുടെ വോയിസ് മാത്രം കേട്ട അവൻ ഭയങ്കര ഹൈറ്റും സ്മാർട്ടുമാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുവായിരുന്നു. എന്നാൽ അവരെ നേരിൽ കണ്ടപ്പോൾ അവൻ വെറും 5 അടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവനോടൊപ്പം ഇരുന്ന് സംസാരിച്ച് അവന്റെ ഹ്യൂമർ സെൻസിൽ വീണ് അവനെ ലവ് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. രണ്ടുപേരും നല്ല സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ അവളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അവന്റെ സൈസ് ഒരു പ്രശ്നമായിരുന്നു. അതിനാൽ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ അവളുടെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണെന്നാണ് അവൾ പറഞ്ഞിരുന്നത്. ഒരു ദിവസം അവൾ അവനക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് നോക്കുമായിരുന്നു. എന്നാൽ അവിടെ അവന്റെ സൈസിലുള്ള ഒരു ഡ്രസ്സും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ അതിനാൽ അവൾ ചെറിയ കുട്ടികൾക്കുള്ള ഷോപ്പിൽ പോയിട്ട് അവനക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുവാണ്. അതിനുശേഷം രണ്ടുപേരും പുറത്തേക്ക് വന്നതായിരുന്നു. നോക്കുമ്പോൾ ടീഷർട്ട് എടുത്ത ഷോപ്പിന്റെ ഓണർ അവളുടെ പയ്യൻക്കും അതേ ഡിസൈൻ ഒരു ടീഷർട്ട് ഇട്ട് കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരെ നേരിൽ കണ്ടതും ഇവൻക്കാകെ ഫീൽ ആകുന്നു. സോ ഇനി ഞാൻ കാരണം അവൻ ഹേർട്ട് ആകണ്ട എന്ന് കരുതിയിട്ട് അവൾ അവന്റെ സ്നേഹം ബ്രേക്ക് ചെയ്ത് പോകുവാണ്. എന്നാൽ ഇവൾക്ക് അവനില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദിവസവും അവനെ കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. ഒരു ഘട്ടത്തിൽ അവനില്ലാതെ തീരെ പറ്റാതായപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട പോലെ അവൾ പ്ലെയിനിൽ നിന്ന് ധൈര്യമായി പാരാഷൂട്ടിൽ താഴെ ഇറങ്ങി അവൻ ജോലി ചെയ്യുന്ന ബിൽഡിംഗിലേക്ക് വന്നിറങ്ങുന്നു. ശേഷം അവനോട് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യുന്നു. അവനും ഇവളുടെ ധൈര്യം കണ്ട് സന്തോഷത്തോടെ ഓക്കെ പറയുന്നു. സ്നേഹം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നതോ കാതുകൊണ്ട് കേൾക്കുന്നതോ അല്ല, ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുന്നതാണ്. ഇത് ശരിയാണെന്ന് തോന്നുന്നവർ ലൈക്ക് ചെയ്യൂ.